തിരുവനന്തപുരം നിംസ് മെഡ് സിറ്റിയിലെ ചീഫ് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റായ ഡോക്ടർ മഞ്ജു. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത് ഈ വൃക്കരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വൃക്കരോഗം വരുന്നതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് BP ഷുഗർ ഉണ്ട് ഓൾറെഡി. അപ്പം BP ഷുഗർ ഉള്ള ആൾക്കാരെ അവർക്ക് ഈ വൃക്കരോഗം എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? ഈ ശരീരത്തിന്റെ ഏതൊക്കെ പാർട്സിനെയാണ് വൃക്കരോഗം നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? യൂറിനൽ പ്രോബ്ലം ഉള്ള മനസ്സിലാക്കും. അത് ഏതൊക്കെ രീതിയിൽ നമുക്കത് വൃക്കരോഗത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? പിന്നെ ഈ ഹാർട്ടുമായിട്ട് ബന്ധമുണ്ട്. വൃക്കരോഗം കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധമുണ്ടോ ഡോക്ടർ? ഹാർട്ടുമായിട്ട് പിന്നെ BP ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വൃക്കരോഗം വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇതിലെന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? മീൻസ് ആഹാരക്രമത്തിൽ നമ്മൾ എന്തൊക്കെയാണ് വൃക്കരോഗത്തിന് മാറ്റുന്നത്? ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കണം. ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ഡോക്ടർ. ഓക്കെ, ഇപ്പൊ ഇദ്ദേഹം മിസ്റ്റർ നായർ ചോദിച്ച ഓരോ ചോദ്യവും നമ്മുടെ ഒരു എസ്എ ക്വസ്റ്റ്യൻ പോലെയാണ്. ഓരോന്നും ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ വേണം. വളരെ നല്ല ചോദ്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ സമയപരിമിതി കാരണം ഞാൻ വളരെ ചുരുക്കി പറയാം. ഷുഗറോ BPയോ ഉള്ള ആൾക്കാര് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ തന്നെ വൃക്കരോഗം ഉണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ ആദ്യം വൃക്കരോഗം തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഷുഗർ കാരണമാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ലക്ഷണം മൂത്രത്തിൽ വളരെ ചെറിയ തോതിൽ ആൽബ്യൂമിൻ അഥവാ പ്രോട്ടീൻ വരുന്നുണ്ടാവും. അതിനെ മൈക്രോ ആൽബ്യൂമിനൂറിയ എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ലാബിലെ ടെസ്റ്റ് വഴി മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനകത്ത് വലിയ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ യൂഷ്വലി ഷുഗർ വരുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് ഷുഗർ കണ്ടുപിടിക്കുമ്പോൾ തന്നെ, ഞാനിതെല്ലാം അഡൾട്ട്സിന്റെ കാര്യമാണ്, പ്രായപൂർത്തിയായതിനു ശേഷം ഒരു 35-40 വയസ്സിൽ ഷുഗർ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, കൊച്ചുകുട്ടികളുള്ള ഷുഗറിനെ കുറിച്ചല്ല. അപ്പൊ ഇങ്ങനെ ഷുഗർ വരുമ്പോൾ തന്നെ ഏകദേശം 30% ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു അവയവത്തിന് ഡാമേജ് ഓൾറെഡി വന്നിരിക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായി ഷുഗർ കണ്ടുപിടിക്കുമ്പോൾ വൃക്കയ്ക്ക് ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും നമ്മുടെ ഇടയ്ക്കുള്ളൊരു മിഥ്യാധാരണയാണ്, ഷുഗർ കണ്ടു തുടങ്ങുമ്പോൾ പേഷ്യൻസ് എന്താ പറയുക, അയ്യോ ഞാൻ ഇപ്പം മരുന്ന് കഴിച്ചാൽ ഇനി ആജീവനാന്തം മരുന്ന് കഴിക്കേണ്ടി വരും, അതുകൊണ്ട് കുറച്ച് വർഷം മരുന്നൊക്കെ കഴിക്കാതെ നോക്കാം എന്ന് വിചാരിക്കുന്നതാണ് കൂടുതൽ ആൾക്കാരും. നമുക്ക് ഷുഗർ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്താൽ പിൽക്കാലത്തുള്ള പിൽക്കാലത്തുള്ള അവയവങ്ങൾക്കുള്ള ഡാമേജ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഷുഗർ ആദ്യമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ മുതൽ നല്ല കൺട്രോളിൽ നിർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ BP കൂടുതലുള്ള ആൾക്കാരും അത് വളരെ കൺട്രോളിൽ നിർത്താൻ ശ്രമിക്കുക. അതാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാര്യങ്ങൾ. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.